ഈ പഴംപൊരിയും ബീഫിനും എനിക്കൊരു കഥ പറയാണ്ട് കേട്ടോ. നമ്മുടെ ഫിലിം സ്റ്റാർ ദിലീപ് പറഞ്ഞത്, ദിലീപാണ് ഈ പഴംപൊരിയും ബീഫും കൊണ്ടുവന്നത്. ബീഫ് കറിയിൽ പഴംപൊരി വീണു, അങ്ങനെയാണ് ഈ സാധനം വന്നതെന്നൊക്കെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ മുന്നേ ഞങ്ങളൊരു ഏകദേശം ഒരു 10-20 കൊല്ലം മുന്നേ നമ്മുടെ പള്ളിയിൽ ഒരു നീർച്ച ഉണ്ടായിരുന്നു. നീർച്ചയ്ക്ക് നമ്മൾ തൊട്ടടുത്ത വീട്ടുകളിൽ നിന്നൊക്കെ പത്തിരിയും പൊറാട്ടയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരും. അപ്പോൾ ഞങ്ങളാണ് ഇങ്ങനെ സർവീസ് ചെയ്യാനൊക്കെ നിൽക്കാറ്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പത്തിരും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, കറി ബീഫ് കറി കുറേ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചങ്കുണ്ട് ഫാസിൽ. അപ്പോൾ അവന് ഇതുപോലെ ഈ പഴംപൊരി എടുത്തിട്ട് ആ ബീഫ് കറിയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞങ്ങൾ അന്ന് അയ്യേ നീ എന്തീ കാണിക്കണമെന്നുള്ള പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് കളിയാക്കിയിട്ട് അവനെ. നമ്മൾ എന്നിട്ട് കുറെ കാലം പറഞ്ഞു ചെയ്ത് അപ്പം അവന് പഴംപൊരിയും ബീഫും ഇങ്ങനെ കഴിച്ചിട്ട് അയ്യേ എന്തായിരുന്നു. പക്ഷെ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ട്രെൻഡ്. അന്ന് അവൻ പറഞ്ഞിട്ടാ അടിപൊളി സാധനം, അടിപൊളി സാധനം നിങ്ങൾ കഴിച്ചു നോക്കുന്നത്. അന്ന് നമ്മളതൊരു അയ്യേ എന്നുള്ള ഒരു ഭാവമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സാധനം ട്രെൻഡാ. പഴംപൊരി എടുത്തിട്ട് ഇങ്ങനെ ഈ ബീഫ് കറിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചാല്, ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഷാബിയ 12 ഒലക്ക കഫേയില് പോരെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സാധനം ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കാലം വഴി മാറുന്നു പറഞ്ഞിട്ടില്ലേ, അതുപോലത്തെ സാധനം കേട്ടാ. നമ്മൾ അന്ന് കളിയാക്കി, ഇന്ന് ഇത് നമ്മൾ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടാ.